വേറെ പ്രശ്നം എന്താ വെച്ചാലേ ഇത്തിരി ആളുകൾ ഇവിടെ കൂടിയോണ്ട് തന്നെ പമ്പിൽ കുറച്ച് പ്രശ്നമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാനിപ്പോൾ ഈ നിൽക്കുന്ന പമ്പിൻ്റെ ലൊക്കേഷൻ ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ട് ഇൻസ്റ്റയിൽ. 1 മണിക്കൂർ സമയം കൊടുത്തിട്ടുണ്ട്. ആദ്യം വരുന്ന 10 പേർക്ക് 500 രൂപക്കും പിന്നീട് വരുന്ന 10 പേർക്ക് 250 രൂപക്കാണ്. ഇത് ഞാൻ ഇൻസ്റ്റയിൽ 1 മില്യൺ ആയതുകൊണ്ടാട്ടോ ഈ ഒരു എല്ലാവർക്കും കൊടുക്കുന്നത്. പക്ഷെ ഒരു സംഭവം എന്താ വെച്ചാൽ സ്റ്റോറി ഇട്ടിട്ട് 10 മിനിറ്റ് കൊണ്ട് തന്നെ ഓൾമോസ്റ്റ് 20 ആൾക്കാരുടെ മേലേക്കുന്നത്. ഇത്രയും പേര് വന്നിട്ടുള്ളത് പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഒന്ന് പരിചയപ്പെടുത്തിക്കോളൂ എല്ലാവരും. ഫസ്റ്റ് ഉണ്ടായിരുന്നു ഇവിടെ കുറെ നേരം ഉണ്ടായിരുന്നു, പിന്നെ പോയതാ. പോയിട്ട് സ്റ്റോറി കണ്ടപ്പോ തിരിച്ചു വന്നു. എല്ലാവരും റെയിൻ കോട്ടൊക്കെ ഇട്ടോ പള്ളിമുക്കെത്തിട്ട് അവിടെ തിരിച്ചു വന്നതാ. എറണാകുളം മാർക്കറ്റ് തന്നെ ജോലി ഫ്രൂട്ട്സിന്റെ ഹോൾസെയിൽ. ആദിത്യൻ എന്റെ പേര് നോട്ട് ചെയ്താ കൂടെ വന്നായിരുന്നു. കാർത്തിക് പള്ളുരുത്തി. ഷാറൂഖ് ആലുവ. എവിടെ ഒരു ഓഫീസിൽ വന്നാണ് അപ്പൊ ഇങ്ങനെ കയറുന്നത്. മാഹി അമീൻ ഷിറാസ് അജിത്ത്. ആദ്യം ഇവിടെ വന്നു. നീ രാവിലെ ഒന്നും എന്തായാലും കൊള്ളാം. വെറൈറ്റി പേരാണ്. ബിബിൻ അനക്ക് കുറെ നേരം അതിൽ വന്നിട്ട്. മോഹിത് ബെൻസൺ മാറിക്കൊന്ന് ശ്രീരാഗ്. പമ്പിൽ ഒരുപാട് ആളുകൾ കൂടിയതുകൊണ്ട് ഇനി ആളുകൾ കൂടാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഓരോ ആളുകൾക്ക് അടിച്ചു തുടങ്ങി. ഇത് ആദ്യം വന്ന് 10 പേരാട്ടോ, അവർക്കാണ് 500 രൂപ വെച്ചിട്ട് അടിക്കുന്നത്. ആദ്യം വന്ന 10 പേർക്ക് 500 വെച്ചിട്ട് അടിച്ചിട്ട് ഓൾമോസ്റ്റ് ആളുകൾക്ക് ഫുള്ളായിരുന്നു. ഇപ്പോൾ വന്നതിൽ എന്താ വെച്ചാൽ 2-3 പേരും ഹാഫ് ടാങ്ക് ആയിരുന്നു. പിന്നെ സ്കൂട്ടികളാണ്, അത് ഫുള്ളായി. ഇനി ഒരു 10 പേരും കൂടി ഉണ്ട്. പക്ഷെ ആളുകൾ ഓൾമോസ്റ്റ് 10-40 പേരിൽ അധികമായിട്ടുണ്ട്. എന്തായാലും സന്തോഷം. പിന്നെ കടും കൂടുതലാണ് ഇയാളെ. അതെ, പേര് പറഞ്ഞേ സംഗീത. ഓക്കെ, എന്തായാലും താങ്ക്സ് കേട്ടോ, വന്നതിലും സന്തോഷം. പരിചയപ്പെടുത്താട്ടോ. ചേച്ചിന്റെ പേര് പറഞ്ഞേ? ബിന്ദു ചേച്ചി. അജിത. വേറെ ചേച്ചിയും കൂടി ഉണ്ടായിരുന്നല്ലോ. ചേച്ചി പേര് പറഞ്ഞേ? എല്ലാരും ദാതാണല്ലോ ലാസ്റ്റ്. അങ്ങനെ ആദ്യം നമ്മളെ 500 രൂപ വെച്ചിട്ട് 10 പേർക്ക് അടിച്ചു കൊടുത്തു. ഇനി 250 രൂപ വെച്ചിട്ട് 10 പേർക്ക് ഉണ്ട് കേട്ടോ. ആദ്യത്തെ 10 പേർക്ക് 500, പിന്നീട് 10 പേർക്ക് 250, പിന്നീട് 10 പേർക്ക് ഞാൻ 110 രൂപ വെച്ചിട്ട് ഞാൻ പ്ലാൻ ചെയ്തത്. പക്ഷെ അതിൽ കൂടുതലായിട്ടോ, അറൗണ്ട് 38 പേർക്ക് അടിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഒരുപാട് പേർക്ക് ഇനി അടിച്ചു കൊടുക്കാൻ നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഇതിലാണ് ഇത്ര ചെയ്തത് കേട്ടോ. ഇനി ഫ്യൂച്ചറിൽ നമ്മൾ കൂടുതൽ ചെയ്യാൻ എനിക്ക് പറ്റട്ടെ. ഈ പമ്പിൽ ഇത്രയും ആളുകളില്ലോണ്ട് തന്നെ ഒരു കേക്ക് 2 കേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഒരു 3:15 ഇപ്പോൾ 10 മിനിറ്റോടെ എത്തും. അപ്പോൾ ഞാൻ അതും കൂടി എല്ലാവരും ഒരുമിച്ച് കട്ട് ചെയ്ത് നമുക്ക് പോവാം. എല്ലാവരും ഭയങ്കര സ്നേഹം കേട്ടോ, സപ്പോർട്ടാണ്. ലക്ഷദ്വീപ് എന്ന് പറഞ്ഞേ. ലക്ഷദ്വീപ്. അതെ, എനിക്ക് ഒന്നും കിട്ടിയില്ല, സ്നേഹം മാത്രം. അതെ, അത് മതിയടാ. എല്ലാവരും ഭയങ്കര കേക്ക് വരട്ടെ. പമ്പിലെ ആള് കൂടിയോണ്ട് കേക്ക് കട്ടിങ് നേരെ മറൈൻ ഡ്രൈവിലായി. പക്ഷെ എല്ലാവരും ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. ഒരു കേക്കും കൂടി ഉണ്ട്. ഈ കേക്കിൻ്റെ ഞാൻ സ്റ്റോറി ഇട്ടിട്ടാണ് എനിക്ക് കേക്ക് വന്നിട്ടുള്ളത്. 2 കേക്ക് ഉണ്ടായിരുന്നു. ഒന്നത് നീലു പരിചയപ്പെടുത്തിക്കും. നീലു എന്നാണ് പേര്. നീലൂസ് ബേക്കോ എന്ന് പറഞ്ഞൊരു ഹോം ബേക്കിംഗ് ബിസിനസ് നടത്തുകയാണ് കലൂര്. അപ്പോൾ ഉബൈദിൻ്റെ ഫോളോവറാണ്. അപ്പോൾ സ്റ്റോറി കണ്ടപ്പോൾ എനിക്ക് അല്ലാണ്ട് ഒരുപാട് ഫ്രണ്ട്സ് എനിക്ക് ഷെയർ ചെയ്ത് തന്നായിരുന്നു, കോൺടാക്ട് ചെയ്ത് നോക്കുന്നു പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ മെസ്സേജ് ഇട്ടപ്പോൾ ഉബൈദ് റിപ്ലൈ തന്നതാണ്. കേക്ക് തുറന്നിട്ടില്ല കേട്ടോ, എന്തൊക്കെയാ അതിൻ്റെ അകത്ത് സർപ്രൈസ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞേ അല്ലേ? അപ്പോൾ ഒരു കേക്കും കൂടി ഉണ്ട്. അപ്പോൾ അതൊന്ന് വെച്ച് ഒരുമിച്ച് തുറക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം വരെ ഞാൻ ഓൾറെഡി കുറേ നേരമായിട്ടോ പോസ്റ്റ് ആക്കി നിർത്തിക്കുന്നു.
എന്നോട് എന്തെങ്കിലും ഡയറക്റ്റ് ചോദിക്കാനോ? അപ്പോൾ നമ്മൾ ഡയറക്റ്റ് മീറ്റിംഗ് ആണല്ലോ, എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ സംസാരിക്കാം. ഒരു 5 minutes ഉണ്ട്, എന്തെങ്കിലും ചോദിക്കാം എല്ലാവരും. ഇല്ലേ ആർക്കും? ഞാൻ അങ്ങോട്ട് വരും, നമ്മുടെ കുളിപ്പിളിച്ചറായി വരുന്നുണ്ട് ചെറായി ഇൻഷാല്ലാ. അതെ. ഇതിന്റെ വീട് എവിടെ? എൻ്റെ ബേസിക്കലി ഞാൻ മണ്ണാർക്കാടാണ് വീട്. ഞാനൊരു 8 വർഷമായിട്ട് ഇവിടെയാണ്. അല്ല, കാക്കനാട. ഞാൻ IT-യിലായിരുന്നു. ഒരു 3 വർഷമായിട്ട് IT-യിലായിരുന്നു. ഇപ്പോൾ കംപ്ലീറ്റ് 8 മാസമായി. ഞാനൊരു 1.5 വർഷമായിട്ടാണ് ഇത് രണ്ടാമത്തെ കേക്കിൻ്റെ ആൾട്ടോ. പക്ഷെ കുറേ ലേറ്റായി. ഒരാള് 3 മണിക്ക് വരാമെന്ന് പറഞ്ഞേ, ഒരാള് 3 മണിക്കാണ് രണ്ടാമത് ഞാൻ പറഞ്ഞിരുന്നേ. പക്ഷെ രണ്ടാൾ വന്ന് 3:30. പക്ഷെ അതുകൊണ്ടാണ് നിങ്ങളെ കാത്തു നിൽക്കുന്നവരാണ്. ഉമ്മയാണോ? നിങ്ങളുടെ പേരെന്താ? സുബൈദ. എൻ്റെ പേര് തിരിച്ചിട്ടാൽ മതി, ഉബൈദ് എന്നാണ്. സുബൈദ മതി. എന്നാലും കേക്ക് നമുക്ക് കേക്ക് അൺബോക്സ് ചെയ്യണം ആദ്യം. സോ ആദ്യം നമുക്ക് നീലു കേക്ക് സെറ്റ്. കേക്ക് കട്ട് ചെയ്ത് ഒരുപാട് നേരമായിട്ടോ. ഇത് നല്ല ഇത്രയും നേരം ഉച്ച നല്ല മഴ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ നല്ല വെയിലാണ്. ഈ വെയിൽ ആ സമയത്തിട്ടാണെങ്കിൽ ഒരുപാട് പേർക്ക് ഉപകാരമായിരുന്നു. കാരണം മഴ കാരണം ഒരുപാട് വരാതെ ഇരുന്നിട്ടുണ്ട്. പക്ഷെ ഇനിയും നമുക്ക് കാണാം, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത് എല്ലാവരും കേക്ക് കട്ട് ചെയ്ത് പോവാണ്. വന്ന എല്ലാവരോടും താങ്ക്സ് കേട്ടോ. ഓക്കെ, ബൈ ബൈ. ഓക്കെ ബ്രോ, ഇൻഷാല്ലാ. അതെ അതെ. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടോ. ഒരുപാട് പേര് ഒരുപാട് ദൂരം നിന്നാണ് വന്നിട്ടുള്ളത്. വന്ന എല്ലാവരോടും ഞാൻ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നവരാണെങ്കിൽ വീണ്ടും താങ്ക്സ്. കാരണം നിങ്ങളുടെ ടൈമോ വിലപ്പെട്ട ടൈമാണ്, അതിന് കൊണ്ട് തന്നിന് അതിനും അതിന് വലിയൊരു. പിന്നെ അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി ഈ ഇങ്ങനെ ഡെയിലി ഞാൻ ആക്ച്വലി വീഡിയോ ഇടാത്ത ഒരാളാണ്. അപ്പോൾ ഐ മീൻ ഈ വ്ളോഗും കാര്യങ്ങളൊന്നും ഇടാറില്ല. നിങ്ങൾ നോക്കി മനസ്സിലാവും. 6 മാസമായി പോകാൻ. അപ്പോൾ ഈ വീഡിയോൻ്റെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്തൊക്കെ. ഇനി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഞാനൊരു പ്ലാൻ ഉണ്ട്. ഡെയിലി കുറച്ച് എമൗണ്ട് ഇട്ടിട്ട്, ഐ മീൻ കുറച്ച് പൈസ എടുത്തിട്ട് പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടി ജോലി ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടാകും. ഇപ്പോൾ ഫിഷ് കടയിൽ, ചിക്കൻ കടയിൽ, വർക്ക്ഷോപ്പിൽ, അവിടെ ഇവിടെ സെയിൽസ്, അങ്ങനെ കുറേ ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ അവരോടത്തൊക്കെ എത്തിയിട്ട് അവർ ജോലി ചെയ്യുന്നത് എന്താണോ അത് വെച്ച് ചാലഞ്ച് നടത്തുക. അവർക്ക് ആ ചാലഞ്ച് വെച്ച് ചെയ്യുകയാണെങ്കിൽ പൈസ കൊടുക്കുക. സോ അവരും ഹാപ്പിയാവും, അവർ ജോലിയിലോട്ടൊരു ഇതും വരും. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇതാണ് എൻ്റെ ഐഡിയ ആണ്. നിങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ അഭിപ്രായം കമൻറ്റ് ചെയ്യും, വീഡിയോനെ കുറിച്ച് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ് ബൈ, സപ്പോർട്ട് ചെയ്തേക്കട്ടോ. ബൈ ബൈ ബൈ. സബ്സ്ക്രൈബ് ചെയ്തേക്കാട്ടില്ല.